യോഗാസ് വി ആർ ബാക്ക്. നിങ്ങളിന്ന് ആലോചിക്കുന്ന ലീവിന് തീർത്തുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങുന്നതെന്ന്? അതെ, ഞാൻ വീണ്ടും ഇറങ്ങുകയാണ്. ദേ വീട്ടിൽ നിന്ന് അമ്മ ടാറ്റൊക്കെ തരുന്നുണ്ട്. എന്നിട്ട് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. യൂഷ്വലി ഞങ്ങളിങ്ങനെ വൈകുന്നേരമാണ് പുറത്തങ്ങോട്ടേക്ക് ഇറങ്ങാറ്. രാവിലെ ഏകദേശം നല്ല മെഡിക്ക് കുടുംബിനി ആയതുകൊണ്ട് ഫുൾ പണിയൊക്കെ ചെയ്ത് സെറ്റായിട്ടിരിക്കും. അപ്പം ഉച്ച കഴിഞ്ഞ് ഫുൾ ഫ്രീ ആയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങ് ഇറങ്ങും. അങ്ങനെയാണ് ഞങ്ങളുടെ യൂഷ്വൽ പരിപാടികൾ. അപ്പോൾ ഇന്ന് പോകുന്നത് ബൈക്ക് സർവീസ് കൊടുക്കാനാണ്. അപ്പം അത് കൊടുക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ പോവാണ്. അപ്പം അവിടെ ചെന്നു, വണ്ടി നേരെ കയറ്റി കൊടുത്തു, അമ്മ മേടിച്ച് വെച്ചു. പിന്നെ 1.5 മണിക്കൂർ താമസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബൈക്കും പോയിട്ട് ബസ്സിൽ ചില്ല് ചെയ്ത് ഞങ്ങൾ പാലാക്കി മത്തണ്ടാൻ പോവാണ്. കുറേ നാളുകൂടിയായിട്ട് ബസ്സിൽ കയറുന്നത്, നല്ല രസമുണ്ടായിരുന്നു. നല്ല പാട്ടായിരുന്നു. എന്നിട്ട് പാലാക്കി കയറി നല്ലൊരു കാപ്പിയും ഒരു പപ്സും കഴിച്ചു. സ്വർഗം. പക്ഷേ മുഖം മറിച്ചിരുന്ന് കഴിക്കുന്നത് കൊള്ളപ്പെടുക. അങ്ങനെ അതും കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം മഴയൊക്കെ വെളിയിൽ പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം മഴയില്ല, ബട്ട് അത് കഴിഞ്ഞ് പെയ്തായിരുന്നു. ഞാനിപ്പോൾ ഞങ്ങളുടെ ഈ കാലുണ്ട് പാലോയ്ക്കായിരുന്നു. മറ്റേ ദുൽഖർ 100 Days of Love പറഞ്ഞ ഡയലോഗില്ലേ, എല്ലാവർക്കും ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് അവളായിരുന്നു. റൊമാൻറ്റിക് ആയില്ലേ. ഷീ ഈസ് സോ ലക്കി ടു ഹാവ് മീ. അങ്ങനെയാണ് ഇല്ലിക്കൊക്കെ പോയായിരുന്നു. ഇല്ലിക്കൊക്കെ പോയപ്പം മറ്റേ ഫ്രണ്ട് പോർഷനിലോട്ടാണ് പോയത്. അപ്പോൾ ചെന്നപ്പം ഭയങ്കര ഇരുട്ട്. അപ്പോൾ കുറച്ച് നെക്കടിച്ചു. സോ ഒന്നും നോക്കിയില്ല, തിരിച്ചു പിടിച്ചു. അങ്ങനെ കയറിയ കയറ്റങ്ങൾ മൊത്തം അതേപടി ഇറങ്ങിയിട്ട് ഒറ്റ പൊക്കങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പൈസയ്ക്ക് ആശുപത്രി കാണിക്കണമായിരുന്നു. നേരെ ഞങ്ങളുടെ നെസി ഡോക്ടറിൻ്റെ അവിടെ പോയി കൈ കാണിച്ചു. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഓക്കെ ബൈ.